ഓപ്പോയുടെ ഫൈൻഡ് X8 സീരീസ് പ്രീബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസ് ഒരിക്കലും ഓപ്പോ ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ആണ് അവർ ഈ ഒരു ഫൈൻഡ് സീരീസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ചൈനീസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള സീരീസ് തന്നെയാണ് ഓപ്പോയുടെ ഫൈൻഡ് സീരീസ്. ഈ ഒരു ഡിവൈസ് ഞാൻ കയ്യിലെടുത്ത സമയത്ത് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. എന്തോ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നല്ല സ്മൂത്ത് ആയുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. പിന്നെ ഡിവൈസിന്റെ ഷേപ്പ് ആക്ച്വലി ഐഫോണിന്റെ ഒരു ഷേപ്പാണ്. അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫൈൻഡ് സീരീസ് ഓപ്പോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളാണ് ഓപ്പോ ഫൈൻഡ് സീരീസുകളിൽ അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമൽ പീപ്പിളിന് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലല്ല ഡിവൈസിന് ഇന്ത്യയിൽ ഇവർ അവതരിപ്പിക്കുന്നത്. അതായത് ഓപ്പോയുടെ ഫൈൻഡ് X8 തന്നെ 60-70,000 രൂപയുടെ അടുത്ത് വരെ പ്രൈസ് വരുന്നുണ്ട്. അതേപോലെ ഫോൺ ബൈ ചെയ്യുന്നവർ ഓൺലൈൻ വഴിയാണെങ്കിലും ഓഫ്ലൈൻ വഴിയാണെങ്കിലും ഫോൺ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിനുവേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജപ്പാൻ സ്റ്റോറിന്റെ ഔട്ട്ലെറ്റ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ ഇപ്പോൾ ഓപ്പോയുടെ ഫൈൻഡ് X8 സീരീസ് ഒക്കെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോ പൊതുവെ ഫൈൻഡ് സീരീസുകളിൽ ക്യാമറകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഫൈൻഡ് X8 സീരീസിൽ നിന്ന് എടുത്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസിനൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി. പിന്നെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ MediaTek Dimensity 9400 എന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും ഫോണിന്റെ ആൾ ഓവർ പെർഫോമൻസ് ആണെങ്കിലും ബെറ്റർ തന്നെയാണ്. നിങ്ങളിപ്പോൾ BGMI പോലുള്ള ഗെയിമിനാണ് ഒന്നുകൂടെ മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിലും യാതൊരു വിഷയവുമില്ല. കാരണം നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യുന്നതായിരിക്കും. 6.5 ഇഞ്ചിന്റെ Pro XDR LTPO ഡിസ്പ്ലേ ആണ് ഉള്ളത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടാണ്. ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 MB ട്രിപ്പിൾ ക്യാമറകളായിരിക്കും ഡിവൈസിൽ ഉണ്ടാവുക. ഈ ഒരു ക്യാമറകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 16 FPS മാക്സിമം വീഡിയോ എടുക്കാൻ സാധിക്കുക. 32 MB സിംഗിൾ പ്രൈമറി ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടും 4K റെസൊല്യൂഷനിൽ 16 FPS മാക്സിമം വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ 5630 mAh ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി ലൈഫിന് തന്നെ 18 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൽ കുറച്ചൊക്കെ AI ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് AI വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഫോണിൽ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ 4 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ 60,000-70,000 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് ബെറ്റർ ആണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.